ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 8th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയുടെ സെക്കൻഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. കൺസർവേഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ്. ഇനി നമുക്ക് നാച്ചുറൽ വെജിറ്റേഷൻ്റെയും വൈൽഡ് ലൈഫിൻ്റെയും കൺസർവേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫോറസ്റ്റ് ആർ അവർ വെൽത്ത്. പ്ലാന്റ്സ് ഗീവ് ഷെൽട്ടർ ടു ദി ആനിമൽസ് ആൻഡ് ടുഗദർ ദേ മെയിൻറ്റെയിൻ ദി എക്കോസിസ്റ്റം. അപ്പം പ്ലാന്റ്സ് ആനിമൽസിന് ഷെൽട്ടർ കൊടുക്കുന്നു, അതുപോലെ തന്നെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. ചേഞ്ചസ് ഓഫ് ക്ലൈമറ്റ് ആൻഡ് ഹ്യൂമൻ ഇൻ്റർഫിയറൻസസ് ക്യാൻ കോസ് ദി ലൂസ് ഓഫ് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ഫോർ ദി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർ കാരണവും ഈ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഒക്കെ അവരുടെ ഈ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. Many species have become vulnerable or endangered and some are on the verge of extinction. പല ജീവികളും വംശനാശം തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ. പല ജീവികളുടെയും വംശനാശം തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചില ജീവികളൊക്കെ ആ ഒരു എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫേസിലേക്ക് കടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. Deforestation, soil erosion, constructional activities, forest fires, tsunami and landslides are some of the human and natural factors which accelerate the process of extinction of these resources. അപ്പോൾ ഈ റിസോഴ്സ് നശിക്കാൻ കാരണമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? ഡീഫോറസ്റ്റേഷനും ലാൻഡ് സ്ലൈഡ്സും സോയിൽ ഇറോഷനും, അങ്ങനെ ധാരാളം ഫാക്ടേഴ്സ് നമ്മളിതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. One of the major concern is the poaching which result in a sharp decline in the number of particular species. ഈ ആനിമൽസിനെയൊക്കെ വേട്ടയാടുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ആനിമൽസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഷി തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ദി ആനിമൽസ് ആർ പോസ്റ്റ് ഫോർ കളക്ഷൻ ആൻഡ് ഇല്ലീഗൽ ട്രേഡ്സ് ഓഫ് ഹൈഡ്സ്, സ്കിൻസ്, നെയിൽസ്, ടീത്ത്, horns as well as feathers. Some of these animals are tiger, lion, elephant, deer, blackbuck, crocodile, rhinoceros, snow leopard, ostrich and peacock. These can be conserved by increasing awareness. അപ്പോൾ ഈ പോച്ചിങ്ങിലൂടെയാണ് ധാരാളം ആനിമൽസിനെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ സ്പീഷീസിലുള്ള ആ എണ്ണം കുറഞ്ഞു വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പോച്ചിങ് ആണ്. പോച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഹണ്ടിങ്, ഇല്ലീഗലായിട്ടുള്ള ആ ഹണ്ടിങ്ങിനെയാണ് നമ്മൾ പോച്ചിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആനിമൽസിനെയൊക്കെ കൊല്ലുന്നത്? അവരുടെ ഹൈഡും സ്കിന്നും നെയിലും ടീത്തും ഹോണും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പക്ഷികളുടെ ആണെങ്കിൽ ഫെതേഴ്സൊക്കെ എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വേറെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ആവുന്ന ആനിമൽസിൻ്റെ എക്സാമ്പിൾസാണ് ഈ പറയുന്നത്. ഈ ആനിമൽസിനെയാണ് കൂടുതലായിട്ട് ഈ ഹണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൺസേർവ് ചെയ്യാനായിട്ട് പറ്റും? ഈ ആനിമൽസൊക്കെ നമ്മുടെ എക്കോസിസ്റ്റത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണെന്നും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ആനിമൽസൊക്കെ എക്സ്റ്റെൻഡ് ആയി പോകുമെന്നും അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ എക്കോസിസ്റ്റം തന്നെ ഇംബാലൻസ്ഡ് ആകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ അവയർനെസ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ ആനിമൽസിനെയൊക്കെ കൺസേർവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. National parks, wildlife sanctuaries, biosphere reserves are made to protect our natural vegetation and wildlife. Conservation of creeks, lakes and wetlands is necessary to save the precious resource from depletion. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ വൈൽഡ് ലൈഫിനെ കൺസേർവ് ചെയ്യുന്നത്? ഈ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ബയോസ്ഫിയർ റിസർവ്സും ഒക്കെ നിർമ്മിച്ചുകൊണ്ട്. അപ്പം നമുക്ക് നാച്ചുറൽ വെജിറ്റേഷനും വൈൽഡ് ലൈഫിനെയൊക്കെ കൺസേർവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതൊക്കെ നിർമ്മിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രീക്സും ലേക്സും വെറ്റ്ലാൻഡ്സും ഒക്കെ നിർമ്മിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ റിസോഴ്സ് അതിൻ്റെ ഡിപ്ലീഷനെ തടയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വൈൽഡ് ലൈഫിൻ്റെ നാച്ചുറൽ വെജിറ്റേഷനെ കൺസർവേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. There is a balance in the environment if the relative number of species is not disturbed. Human activities in several parts of the world have disturbed the natural habitats of many species. Due to indiscriminate killings, several birds and animals have either become extinct or are on the verge of extinction. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഈ ലോകത്ത് ഈ സ്പീഷീസിനൊക്കെ ഒരു പർട്ടിക്കുലർ നമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ആനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പോച്ചിങ്ങിലൊക്കെയൂടെ ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം തന്നെ ഈ എണ്ണത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. അതായത് ഈ ഒരു ബാലൻസ് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആനിമൽസിനെ ആവശ്യമില്ലാണ്ട് കൊല്ലുന്നതും അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്? ഓരോ ഇല്ലീഗൽ ട്രേഡ്സ് നടത്താൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ആനിമൽസിനെ കൊല്ലുന്നതോടെ, ഈ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കൊല്ലുന്നതിലൂടെ ഇവരൊക്കെ എക്സ്റ്റെൻഡായി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്.
Awareness programs like social forestry and Vana Mahotsava should be encouraged at the regional and community level. അപ്പോൾ ഇത് നാച്ചുറൽ വെജിറ്റേഷനെയും വൈൽഡ് ലൈഫിനെയും കൺസേർവ് ചെയ്യാൻ ഉള്ള മെത്തേഡിൽ സെക്കൻഡ് മെത്തേഡാണ് ഈ പറയുന്നത്. അവയർനെസ് പ്രോഗ്രാംസ്, സോഷ്യൽ ഫോറസ്ട്രി, അതുപോലെ തന്നെ വനമഹോത്സവമൊക്കെ നടത്തിക്കൊണ്ട് ഈ ഒരു കൺസർവേഷൻ നടത്താമെന്നാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് വൺ നമ്മൾ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ് ഒക്കെ നിർമ്മിക്കുന്നതാണ് ഫസ്റ്റ് ഒരു മെത്തേഡായിട്ട് നമ്മൾ എടുത്തത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് അവയർനെസ് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, അപ്പം രണ്ട് മെത്തേഡായി ഈ വൈൽഡ് ലൈഫ് അതുപോലെ തന്നെ നാച്ചുറൽ വെജിറ്റേഷൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട്. School children should be encouraged to bird watch and visit nature camps so that they appreciate the habitat of varied species. അതുപോലെ തന്നെ കുട്ടികളെ വിട്ട് ഈ പക്ഷികളൊക്കെ എങ്ങനെയാണ് താമസിക്കുന്നത്, അതുപോലെ തന്നെ ഈ ആനിമൽസൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയെടുക്കാമെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഹാബിറ്റാറ്റ്, അവരെങ്ങനെയാണ് ഓരോ സ്ഥലത്തേക്ക് ഇണങ്ങി ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ കുട്ടികൾക്ക് ചെറുതിൽ തന്നെ മനസ്സിലാകുകയാണെങ്കിൽ അവർ നല്ല പ്രകൃതി സ്നേഹികളായിട്ട് അങ്ങ് വളർന്നോളൂ അല്ലേ. അപ്പോൾ അതാണ് ഒരു കാര്യം ഇവിടെ പറയുന്നത്. Many countries have passed laws against the trade as well as killing of birds and animals. In India, killing lions, tigers, deers, great Indian bustards and peacocks is illegal. അപ്പം മിക്ക ആനിമൽസിനെയും ഹണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത് ഇല്ലീഗലാണെന്ന് ഇവിടെ ഓരോ രാജ്യത്തും ഓരോരോ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ജീവികളെയൊക്കെ കൊല്ലുന്നത് ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ആനിമൽസിനെ ഒന്നും വേട്ടയാടാനോ അല്ലെങ്കിൽ ഈ ആനിമൽസിനെ ഒന്നും കൊല്ലാനോ ഒന്നും ജനങ്ങൾ പോവില്ല അല്ലേ. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. അപ്പം ഇത് മൂന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. എന്താണ്? ലോസൊക്കെ പാസ് ചെയ്യുന്നു. ഓരോ കൺട്രീസ് ഓരോ ലോസ് പാസ് ചെയ്യുന്നു. ഈ ആനിമൽസിനെ കൊല്ലുന്നു അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ 3 പോയിൻ്റായി അല്ലേ. കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ 3 പോയിൻ്റ് ഓൾറെഡി പഠിച്ചു. ഇനി 4th പോയിൻ്റ് എന്താണ്? ആൻ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സൈറ്റ്സ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ലിസ്റ്റ് സെവറൽ സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇൻ വിച്ച് ട്രേഡ് ഈസ് പ്രൊഹിബിറ്റഡ്. സൈറ്റ്സ് എന്ന് പറയുന്നത് കുറേ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ സ്പീഷീസിൻ്റെ പേരുകളുള്ളൊരു ലിസ്റ്റാണ്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഒരു സ്പീഷീസിൻ്റെ, അത് ആനിമൽസ് ആയിക്കോട്ടെ ബേർഡ്സ് ആയിക്കോട്ടെ, ഒന്നിൻ്റെയും ട്രേഡ് നടത്താനായിട്ട് സാധിക്കത്തില്ല. ട്രേഡൊക്കെ പ്രൊഹിബിറ്റഡ് ആണ് ഈ സ്പീഷീസിൻ്റെ. അപ്പോൾ സൈറ്റ്സ് എന്താണെന്ന് കൂടുതലായിട്ട് നമുക്കിവിടെ ഈ ഡു യു നോയിൽ തന്നിട്ടുണ്ട്. സൈറ്റ്സ് ദ കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫൗന ആൻഡ് ഫ്ലോറ ഇസ് ആൻ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഗവൺമെൻറ്റ്സിനിടയ്ക്കുള്ള ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ് ഈ സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് ടു എൻഷുർ ദാറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ സ്പെസിമെൻസ് ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡസ് നോട്ട് ത്രെട്ടൺ ദെയർ സർവൈവൽ. Roughly 5,000 species of animals and 28,000 species of plants are protected. Bays, dolphins, cacti, corals, orchids and aloes are some examples. അപ്പം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രേഡ്സ് ഈ ആനിമൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യും അല്ലേ. അപ്പോൾ ഇതൊക്കെ തടഞ്ഞുകൊണ്ടുള്ളൊരു എഗ്രിമെൻ്റാണ് ഈ സൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിലുള്ള ഒരു സ്പീഷീസിൻ്റെയും ട്രേഡിങ് നടത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആനിമൽസിനെയൊക്കെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ എൻഡേഞ്ചേർഡ് ആവാണ്ട് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആവാണ്ട് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു എഗ്രിമെൻറ്റിൽ 5,000 സ്പീഷീസ് ഓഫ് ആനിമൽസും 28,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിലുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും എക്സാമ്പിൾസ് കൂടി ഇവിടെ തന്നിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഈസ് ആൻ എത്തിക്കൽ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ. അപ്പം എല്ലാ സിറ്റിസൺസിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഈ പ്ലാന്റ്സിനെ ആനിമൽസിനെ ഒക്കെ കൺസേർവ് ചെയ്യുക എന്ന് പറയുന്നത്. നാഷണൽ പാർക്ക്, എ നാച്ചുറൽ ഏരിയ ഡെസിഗ്നേറ്റഡ് ടു പ്രൊട്ടക്ട് ദ എക്കോളജിക്കൽ ഇൻറ്റഗ്രിറ്റി ഓഫ് വൺ ഓർ മോർ എക്കോസിസ്റ്റംസ് ഫോർ ദി പ്രസൻറ്റ് ആൻഡ് ദി ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പം ഇപ്പം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഭാവിയിലേക്കുമായിട്ട് 1 or 2 എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഏരിയനെയാണ് നമ്മൾ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള 2 നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്കും അതുപോലെ തന്നെ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കും. ഓക്കെ, അപ്പം നമ്മുടെ കേരളത്തിലുള്ള നാഷണൽ പാർക്കിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ 2 ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. വൈൽഡ് ലൈഫ് ഇൻക്ലൂഡ്സ് ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആസ് വെൽ